ഒരു പുതിയ തലമുറ പുതിയ തരം സിനിമയായിട്ട് വന്ന് സക്സസ് ആക്കുമ്പോൾ പഴയ തലമുറക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ പറയുന്നത്. അവർ പറയുന്നത് അയ്യോ എന്താ കുറെ പിള്ളേരെ കൂട്ടി എന്തോ സിനിമ ഉണ്ടാക്കിയിട്ട് അവരവിടെ ഇങ്ങനെ മയക്കുമരുന്ന് അടിച്ച് കഞ്ചാവും വലിച്ചിട്ട് കുറെ സിനിമകൾ ഉണ്ടാക്കുന്നു, അതൊക്കെ ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെയൊന്നും ഒരു സിനിമ ആ സമയത്ത് ശ്രീനിവാസൻ സാറിന് പ്രണാമം. മലയാള സിനിമയുടെ ശ്രീത്വം ഐശ്വര്യം മാഞ്ഞിരിക്കുന്നു. ശ്രീനിവാസനെ പോലെയൊരു പ്രതിഭ ഇനിയില്ല. അദ്ദേഹം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ജീവിതാനുഭവങ്ങളായി മാറിയപ്പോൾ നല്ല തിരക്കഥകളുണ്ടായി. വരവേൽപ്പും TP ബാലഗോപാലൻ MAയും സന്ദേശവും വെള്ളാനകളുടെ നാടും പൊന്മുട്ടയിടുന്ന താറാവും വടക്ക് നോക്കി യന്ത്രവും നാടോടിക്കാറ്റും അഴകിയ രാവണനും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും മുത്താരംകുന്ന് POയും ബോയിങ്ങും ഉദയനാണ് താരവും കഥ പറയുമ്പോഴും ഞാൻ പ്രകാശനും അങ്ങനെ എത്ര 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 സിനിമകൾ. ഇത്തരത്തിലുള്ള മഹാപ്രതിഭകളുടെ അസാന്നിധ്യത്തിൽ മലയാള സിനിമയിൽ കഥകളില്ലാതായി. ജീവിതാനുഭവങ്ങളുള്ളവർക്കല്ലേ നല്ല കഥകൾ എഴുതുവാൻ സാധിക്കൂ. കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവർക്ക് പ്രതിഭ കൂടി ഇല്ലാതായാൽ തല്ലുമാലയും കിളിപോയും മാർക്കോയും ഇടുക്കി ഗോൾഡും ഹണീബിയും മാജിക് മഷ്റൂം പരിചയപ്പെടുത്തുന്ന സിനിമകൾ ഉണ്ടാവും. ലഹരി വസ്തുക്കൾക്കും വയലൻസിനും പ്രൊമോഷൻ നൽകുന്ന സിനിമകളുണ്ടാവും. സിനിമകൾ യുവതലമുറയെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. കുട്ടികളെ സ്വാധീനിക്കുമോ? തീർച്ചയായും. പണ്ട് സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ നീ പോ മോനെ ദിനേശ എന്നും ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്നും ഓർമ്മയുണ്ടോ ഈ മുഖമെന്നും അടിസക്കയെന്നും സവാരി ഗിരിഗിരി എന്നും കൂടിപ്പോയാൽ പുല്ലെ എന്നും വിളിച്ചിരുന്ന ഇടത്ത് നിന്നും കാലത്ത് നിന്നും നടുവിരൽ പൊക്കിക്കാണിക്കുകയും ഫക്കെന്ന് പറയുകയും ക്രൂരമായി തമ്മിൽ തല്ലുകയും കൂട്ടത്തിൽ ഒരാളെ ക്രൂരമായി കൊല്ലാൻ മടിയില്ലാത്ത ഒരു തലമുറയായി പരകായ പ്രവേശം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ സിനിമകളുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. ശ്രീനിവാസൻ കൊളുത്തിവിട്ട ചിന്തകളും ചിരികളും ഇന്നും മായാതെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തോളം വരില്ല എങ്കിലും പിന്നീട് ആ ദൗത്യം ഏറ്റെടുത്തത് ദിലീപായിരുന്നു. അയാളുടെ സിനിമകളിലൂടെ ചിരിപ്പിച്ചു, കരയിച്ചു. ദിലീപ് സിനിമകൾ എന്നും ഉത്സവമായിരുന്നു, ചിരിമാലകളായിരുന്നു. മനസ്സെറിഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് സിനിമകൾ. CID മൂസയും വെട്ടവും കല്യാണരാമനും കുഞ്ഞിക്കൂനനും ചാന്തുപൊട്ടും തിളക്കവും ഈ പറക്കും തെളുകയും കുബേരനും മീശമാധവനും പഞ്ചാബി ഹൗസും 2 കൺട്രീസും മൈ ബോസും മഴത്തുള്ളിക്കിലുക്കവും കഥാവശേഷനും വിനോദയാത്രയും സദാനന്ദന്റെ സമയവും പട്ടണത്തിൽ സുന്ദരനും ജോക്കറും ലൈഫ് ഓഫ് ജോസൂട്ടിയും പഞ്ചാബി ഹൗസും അങ്ങനെ എത്ര എത്ര സിനിമകൾ. എന്നാൽ ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു തവണ മാത്രം കണ്ടിരിക്കാവുന്ന, അതായത് 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമകളായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം കണ്ട് പൂർത്തിയാക്കാവുന്ന സിനിമകളായി മാറിയിരിക്കുന്നു. 10 സിനിമയിൽ ഒരു സിനിമ വേറിട്ട് നിന്നാൽ നിന്നു. മലയാള സിനിമ ഇന്ന് ലഹരി മാഫിയയുടെ കയ്യിൽ തന്നെയാണ്. ആ മാഫിയ വളർന്ന് പന്തലിച്ചിരിക്കുന്നു ചിലരുടെ അസാന്നിധ്യത്തിൽ. കലാഭവൻ മണിക്ക് എന്ത് സംഭവിച്ചു? ബാലഭാസ്കറിന് എന്ത് സംഭവിച്ചു? സിനിമാ സീരിയൽ മേഖലകളിൽ സ്റ്റേജ് ഷോകൾ കൂടുതൽ ചെയ്യുന്ന താരങ്ങൾക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ലഹരി വസ്തുക്കൾക്ക് പ്രമോഷൻ നൽകുന്ന തരത്തിലുള്ള പെരുമാറ്റം ചില നടീ നടന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു, സംവിധായകന്മാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവുന്നു. ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും വേടനും ഖാലിദ് റഹ്മാനും അങ്ങനെ എത്രയെത്ര പേർ. അതുകൊണ്ട് തന്നെ കഴിവുള്ള സീനിയർ താരങ്ങൾ തിരിച്ചു വരണം. ദിലീപിന്റെ പുതിയ സിനിമ ഭബ്ബബ വിജയിക്കണം. ആ സിനിമ നല്ലതോ ചീത്തയോ എന്നതല്ല, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ 8 വർഷക്കാലത്തിന് ശേഷം തിരിച്ചു വരുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് പിന്തുണ കൊടുക്കണം. അയാളെ വെച്ച് സിനിമകൾ ഉണ്ടാവണം. ഇനിയും നല്ല തിരക്കഥാകൃത്തുകൾ ഉണ്ടാകണം. ശ്രീനിവാസനെ പോലെയുള്ള ആളുകൾ എഴുതണം. നല്ല തിരക്കഥാകൃത്തുകളും സംവിധായകരും മുന്നോട്ട് വരട്ടെ. അവരെ വെച്ച് പടം ചെയ്യുവാനായിട്ട് ധൈര്യമുള്ള പ്രൊഡ്യൂസർമാർ മുന്നോട്ട് വരട്ടെ. ദിലീപിനെ പോലുള്ള നടന്മാർ ഇവിടെ ഉണ്ടാകട്ടെ. ഇനിയും വരും തലമുറയ്ക്കായി 1000 ശ്രീനിവാസന്മാർ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ.